ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഐക്കിയ ഷോപ്പിങ്ങിനായിട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐക്കിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം ഡെക്കർ, അതുപോലെ തന്നെ ഹോമിലേക്കുള്ള ഫർണിച്ചേഴ്സ് പറ്റിയ സാധനങ്ങളൊക്കെ കിട്ടുന്ന വലിയൊരു സൂപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്വിൻഡനിൽ ഐക്കിയയുടെ ബ്രാഞ്ചിലോട്ടോ, അതുകൊണ്ട് നമ്മൾ റെഡിങ്ങിലേക്കാണ് പോകുന്നത്. ഐക്കിയയുടെ ഒരു ബ്രാഞ്ചിലേക്ക് നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ഐക്കിയ ബ്രാഞ്ച് റെഡിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ലഞ്ച് പുറത്തുനിന്ന് ആകാമെന്ന് വിചാരിച്ചു. സബ്വേ എന്നാണ് ഇന്ന് നമ്മുടെ ലഞ്ച്. അപ്പോൾ ഇതൊരു സാലഡാണ് കേട്ടോ, ബീഫും അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും പിന്നെ ടോപ്പിങ് ചീസൊക്കെ ആയിട്ടുള്ളൊരു സാലഡായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഒരു സാൻഡ്വിച്ച് പോലത്തെ ഒരു സാധനം കൂടെ വാങ്ങിച്ചായിരുന്നു. രണ്ടും കൂടെ കഴിച്ചപ്പോഴേക്കും വയറ് അത്യാവശ്യം നിറഞ്ഞു. ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നെ കൂടെ ഒരു ഹോട്ട് ചോക്ലേറ്റ് കൂടെ വാങ്ങിച്ചു കേട്ടോ. പുറത്ത് നല്ല മഴയും തണുപ്പൊക്കെയാണ്. അപ്പോൾ വണ്ടിയിലിരുന്ന് കുടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഈ ഒരു സമയത്ത് ഇവിടുത്തെ റോഡുകളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. രണ്ട് വശത്തും പല നിറത്തിലുള്ള ഇലകൾ, പകുതി നിലത്തും പകുതി മരത്തിലും ഒക്കെ ആയിട്ട്. പിന്നെ കൂടെ മഴ, തണുപ്പ്, അതൊക്കെ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഈ ഇലയൊക്കെ അങ്ങോട്ട് നിലത്ത് ചാടി കഴിഞ്ഞാൽ പിന്നെ മരത്തിനൊരുമാതിരി തുണിയില്ലാതെ നിൽക്കുന്നത് പോലെ അത് വളരെ ഡാർക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നവംബർ ഒരു സ്റ്റാർട്ടിങ്ങോടുകൂടി മിക്ക സ്ഥലങ്ങളിലും തന്നെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. ക്രിസ്മസ് ഈ ഒരു മാസം, അടുത്ത മാസമൊക്കെ ആയിട്ട് നല്ല ആഘോഷമായിരിക്കും. അതോടെ കഴിഞ്ഞാൽ വീണ്ടും ഡാർക്ക്. അങ്ങനെ നമ്മൾ ഐക്കിയയിലെത്തി കേട്ടോ. ഇവിടുത്തെ ഇരുട്ട് കണ്ടാത്തൊന്നും ഒരുപാട് രാത്രിയായിരുന്നു. പക്ഷെ 5 മണിക്ക് മുമ്പായപ്പോഴേക്കും നമ്മൾ ഇവിടെ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് വിസ്തരിച്ച് നിരന്ന് കിടക്കാന്ന് വേണമെങ്കിൽ പറയാം. ഒരു വീട്ടിലേക്ക് വേണ്ട ആവശ്യമുള്ള സകല സാധനങ്ങളും ഇതിനകത്ത് കിട്ടും. സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് മാത്രം പോയാൽ പോരല്ലോ, അത് കൊണ്ടുപോയി എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളൊരു രീതിയും കൂടെ പല സ്ഥലങ്ങളിലായിട്ട് ഇവരത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഡെക്കർ ചെയ്ത് വെച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ കോർണറുകൾ കിച്ചണായിട്ടും ലിവിങ് റൂമായിട്ടും ടോയ്ലറ്റായിട്ടും എങ്ങനെ അത് അറേഞ്ച് ചെയ്ത് ഏതൊക്കെ രീതിയിൽ വെച്ചാൽ എത്ര ഭംഗി ഉണ്ടാവും എന്നൊക്കെ അവർ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ സാധനങ്ങൾ ഒരുപാട് എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് എക്സ്പെൻസീവ് അല്ലെന്ന് പറയാം. എന്നാൽ ഒത്തിരി ചീപ്പായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മനസ്സിലാലോചിച്ച് ഇങ്ങോട്ട് വന്നാൽ ദിസ് ഇസ് നോട്ട് ദ പ്ലേസ്. ഞാൻ കുറച്ച് ബേസിക് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. എങ്കിൽ പോലും ഒരു 70 പൗണ്ട്സിന് അടുത്തായിരുന്നു നമുക്ക് റേറ്റ്. പക്ഷെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ കൂടെയും ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ കണ്ട് നടക്കാൻ തന്നെ ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ വന്ന് നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർണിച്ചറുകളുടെ ഒരു ഏരിയ കേട്ടോ. ചെറിയ ചെറിയ ബോക്സുകളിലാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഫർണിച്ചറുകളാണ്. ഇപ്പം നമ്മൾ കാണുന്ന ബെഡുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഫർണിച്ചറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ബോക്സുകൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വണ്ടിയിൽ തന്നെ നമുക്കാക്കി കൊണ്ടുപോകാൻ പാകത്തിനുള്ളതാണ്. വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിന്റെ പാർട്സ് ഒക്കെ ഫിറ്റ് ചെയ്യണം. കട തന്നെ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കായതുകൊണ്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നടന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ. ഷോപ്പിന്റെ ക്ലോസിംഗ് ടൈം 9 o'clock ആണ്. പക്ഷെ നമുക്ക് അത്ര സമയം നിൽക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് കഴിച്ചതുകൊണ്ട് നൈറ്റ് എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഡിന്നർ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതേണ്ടേ ഇന്നൊരു ഫുൾ മൂൺ ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ടായിരുന്നു. തിരിച്ചിറങ്ങിയപ്പം നല്ല കൂരാക്കൂര ഇരുട്ട്. അപ്പോൾ എന്തായാലും ഇന്നങ്ങനെ ഒരു ദിവസം കടന്നുപോയി. അപ്പോൾ പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.